ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ചങ്ങനാശ്ശേരി സെയിന്റ് ബർഗ്മാൻസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യത്ത് 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിനുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ആദ്യഘട്ട വീടുകൾ നാളെ കൈമാറും. ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. ഇന്ന് ദേശീയ ശാസ്ത്രദിനം. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇസ്രായേലിൽ ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് ശേഷം എത്തുന്ന അദ്ദേഹം ചങ്ങനാശ്ശേരി സെയിന്റ് ബർഗ്മാൻസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂരിലെ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ശ്രീ CP രാധാകൃഷ്ണൻ നാളെ നിർവഹിക്കും. തുടർന്ന് പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. വാക്സിൻ സ്വീകരിച്ച കുട്ടികളുമായി അദ്ദേഹം സംവദിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് ഈ യജ്ഞത്തിലൂടെ കുത്തിവയ്പ് നൽകുന്നത്. രാജസ്ഥാനിലെ അജ്മീറിൽ 16,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഗുജറാത്തിലെത്തും. രാജ്യത്തുടനീളം സൌജന്യ HPV വാക്സിനേഷൻ നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഗർഭാശയഗള ക്യാൻസർ തടയുന്നതിനും ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കുന്നതിനും ഈ നടപടി സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ IMA വ്യക്തമാക്കി. 1800-ലധികം പ്രാദേശിക കേന്ദ്രങ്ങളിലൂടെ നടത്തുന്ന വാക്സിനേഷൻ യജ്ഞത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും IMA അറിയിച്ചു. കേരളത്തിൽ ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞം മന്ത്രി V ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഉച്ചയ്ക്കാണ് പരിപാടി. 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും 3 മാസത്തിനകം ഒറ്റ ഡോസ് വാക്സിൻ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തി വരുന്ന വർഷങ്ങളിൽ 14 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ പെൺകുട്ടികൾക്കും വാക്സിൻ നൽകി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് തിരുവനന്തപുരത്തെത്തി. ഭാരതീയ വിചാര കേന്ദ്രം സ്ഥാപക ഡയറക്ടറും ചിന്തകനുമായിരുന്ന P പരമേശ്വരന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിലെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സൌകര്യത്തിന്റെ നിർമ്മാണോദ്ഘാടനം അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം നിർവഹിക്കും. റീകോംബിനന്റ് സെല്ലുകൾക്കും സെൻസറുകൾക്കുമുള്ള ദേശീയ സംവിധാനം നാടിന് സമർപ്പിക്കുന്ന ശ്രീ ജിതേന്ദ്ര സിംഗ് വാർഷിക ശാസ്ത്രദിന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകളുടെ താക്കോൽ കൈമാറും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുന്നത്. എൽസനസിലെ ടൌൺഷിപ്പിൽ 402 കുടുംബങ്ങൾക്കായാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഇതിൽ 1662 പേർക്ക് താമസസൗകര്യം ലഭിക്കും. വീടുകൾക്ക് പുറമെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അംഗനവാടികൾ, കടകളടക്കം വിനോദത്തിനും വിജ്ഞാനത്തിനും ഉതകുന്ന നിരവധി സംവിധാനങ്ങളും ടൌൺഷിപ്പിൽ ഒരുങ്ങുന്നുണ്ട്. ഒരാൾക്ക് 7 സെന്റ് ഭൂമിയാണ് നൽകുന്നത്. ഇതിന്റെ രേഖകളും മുഖ്യമന്ത്രി നാളെ കൈമാറും. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്നാക്ക അവസ്ഥ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് ചർച്ച. റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. മുഴുവൻ ശുപാർശകളും നടപ്പാക്കണമെന്നാണ് ക്രൈസ്തവ സഭകളുടെ ആവശ്യം.
തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. മന്ത്രിമാരായ AK ശശീന്ദ്രനും K രാജനും പാർക്കിലേക്ക് ആദ്യ ടിക്കറ്റ് എടുത്ത് പ്രവേശനത്തിന് തുടക്കം കുറിച്ചു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. തിങ്കളാഴ്ച അവധിയായിരിക്കും. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൌരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൌജന്യവും ആയിരിക്കും. ഇന്ന് ദേശീയ ശാസ്ത്രദിനം. പ്രശസ്ത ഭൌതിക ശാസ്ത്രജ്ഞൻ CV രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനാചരണം. രാമൻ ഇഫക്റ്റിന് 1930 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ദേശീയ ശാസ്ത്രദിനത്തിൽ രാജ്യമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാടും പുതുച്ചേരിയും സന്ദർശിക്കും. ചെന്നൈയിലെത്തുന്ന അദ്ദേഹം നാളെ രാവിലെ പുതുച്ചേരിയിൽ 2700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ശേഷം വൈകുന്നേരത്തോടെ മധുരയിലെത്തുന്ന അദ്ദേഹം 4400 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. പശ്ചിമബംഗാളിൽ SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിലവിൽ 7,08,00,000 വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 10 ദിവസം നീളുന്ന ഉത്സവത്തിന് ഇന്ന് തുടക്കമാകും. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ചരിത്രപ്രസിദ്ധമായ ആനയോട്ടം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആനയോട്ടത്തിൽ വിജയിയാവുന്ന ആനയ്ക്ക് ഉത്സവകാലത്ത് ഭഗവാന്റെ സ്വർണ്ണത്തിടമ്പ് വഹിക്കാനുള്ള അവസരവുമുണ്ട്. മഞ്ജുലാൽ പരിസരത്തു നിന്നും ക്ഷേത്ര ഗോപുരം ലക്ഷ്യമാക്കി പാഞ്ഞെത്തുന്ന ഗജവീരന്മാരെ കാണാൻ വൻ ഭക്തജന തിരക്കാണ് വീഥിയുടെ ഇരുഭാഗങ്ങളിലും ഉണ്ടായിരിക്കുക. ദേവസ്വം ആനത്താവളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 15 ആനകളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ആനയോട്ടത്തിനു ശേഷം സന്ധ്യയ്ക്ക് നടക്കുന്ന സപ്തവർണ്ണക്കൊടി ഉയർത്തുന്നതോടെ 10 ദിവസത്തെ ഉത്സവ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. മാർച്ച് 9 നടക്കുന്ന ആറാട്ടോടെയാണ് ഉത്സവം സമാപിക്കുക. പ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് മതസൌഹാർദ്ദത്തിന്റെ സന്ദേശവുമായി തിരുവനന്തപുരം പാളയം ഇമാമിന്റെ പ്രസംഗം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് വെള്ളവും ഭക്ഷണവും ഒരുക്കണമെന്ന് ഇമാം VP സുഹൈബ് മൌലവി പറഞ്ഞു. ചൊവ്വാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല. വിളവെടുപ്പ് സീസണിൽ മാത്രമല്ല വർഷത്തിൽ എല്ലാ സമയത്തും സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലാണ് തമിഴ്നാട്ടിലെ മുന്തിരിപ്പാടങ്ങൾ. ഗ്രാമീണ കാർഷിക രീതികളെ ടൂറിസവുമായി വിജയകരമായി ബന്ധിപ്പിക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ് തേനി ജില്ലയിലെ കമ്പത്തെ മുന്തിരി കൃഷി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. വർഷത്തിൽ 4 തവണ വിളവെടുപ്പ് നടക്കുന്ന അപൂർവ ഇടമാണ് കമ്പത്തെ മുന്തിരിപ്പാടങ്ങൾ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് പ്രധാന സീസണെങ്കിലും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് എപ്പോഴും പഴുത്തു നിൽക്കുന്ന മുന്തിരിക്കുലകളാണ്. ഓരോ പ്ലോട്ടുകളിലും വ്യത്യസ്ത സമയങ്ങളിൽ കൃഷിയിറക്കുന്ന രീതി അവലംബിച്ചാണ് ഈ പ്രതിഭാസം സാധ്യമാക്കുന്നത്. മുന്തിരി കൃഷിക്ക് പുറമെ തമിഴ്നാടിന്റെ കാർഷിക സമൃദ്ധിക്ക് കാരണമായ മുല്ലപ്പെരിയാർ ഡാമിന്റെയും ഡാം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ജോൺ പെന്നിക്കിന്റെയും പ്രതിമ ഉൾപ്പെടെ ചരിത്രവും കാർഷിക സംസ്കാരവും കോർത്തിണക്കിയ കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇറാനെതിരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഇതിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ 3 സ്ഫോടനങ്ങൾ നടന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിൽ ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ചങ്ങനാശ്ശേരി സെയിന്റ് ബർഗ്മാൻസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും.
രാജ്യത്ത് 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ആദ്യഘട്ട വീടുകൾ നാളെ കൈമാറും. ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. ഇന്ന് ദേശീയ ശാസ്ത്രദിനം. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇസ്രായേലിൽ ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.